വയനാട് ഉരുൾപൊട്ടലിന്റെ ദുരന്തമുഖത്തെത്തിയാൽ സേവന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഇവരാണ്. കേരളത്തിന്റെ സ്വന്തം ജനകീയ സേന, കേരള സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ്. 2019 ഓഗസ്റ്റ് 30-നാണ് സേവന സന്നദ്ധരായ പൊതുജനങ്ങളെ ഉൾപ്പെടുത്തി ഈ ജനകീയ സേന രൂപീകരിക്കാൻ സർക്കാർ ഉത്തരവിറങ്ങിയത്. ഓരോ ഫയർ സ്റ്റേഷന്റെയും കീഴിൽ 75 വോളണ്ടിയർമാർ വീതമാണ് വിദഗ്ധ പരിശീലനം ലഭിച്ച് സദാസമയവും സേവന സന്നദ്ധരായി കർമ്മരംഗത്ത് ഉള്ളത്. ഓരോ സ്റ്റേഷനിൽ നിന്ന് 75 പേര് വീതം ഏകദേശം സിവിൽ ഡിഫൻസിലായിട്ട് ഉണ്ട്. സേവനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാ മേഖലയിലുള്ള ആൾക്കാരും സിവിൽ ഡിഫൻസിലുണ്ട്. ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർ സിവിൽ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും മുതൽ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള സേവന സന്നദ്ധരായ പൊതുജനങ്ങൾ ഈ സേനയിൽ ഉണ്ട്. എല്ലാ മേഖലയിലും സേവന സന്നദ്ധരായ സ്ത്രീകളും ഈ സേനയുടെ പ്രത്യേകതയാണ്. ഒരുപാട് ജീവജാലങ്ങളും മനുഷ്യരും എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായരായി നിൽക്കുന്ന ധാരാളം മനുഷ്യരെ നമ്മൾ കാണുന്നു. മരവിച്ച മനസ്സുമായി എങ്ങനെ അവരോട് നമുക്ക് അഭിമുഖീകരിക്കണമെന്ന്, നമുക്ക് എന്താണ് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് നമുക്കറിയില്ല. എങ്കിലും നമ്മളെ കഴിയാവുന്നത്, സിവിൽ ഡിഫൻസിനെ കഴിയാവുന്നത്, ഫയർഫോഴ്സ് നമുക്ക് ട്രെയിനിങ് തന്നു, കേരള സർക്കാർ അനുമതി തന്നു. അത് നമ്മൾ അവരുടെ ട്രെയിനിങ്ങിനോടൊപ്പം തന്നെ അവരോട് തോളോട് തോൾ ചേർന്ന് നിന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. കേരള സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഉദാഹരണം കൂടിയാണ് ഈ സേന. ദുരന്തമുഖങ്ങളിൽ എല്ലാം മറന്ന് ഓടിയെത്തുന്നത് മലയാളിയുടെ പ്രത്യേകതയാണ്. ആ സേവന സന്നദ്ധതയ്ക്ക് കൃത്യമായ പരിശീലനം കൂടി ലഭിക്കുമ്പോൾ അത് കേരളത്തിന്റെ കരുത്തായി മാറുന്നു. പ്രതിഫലം പ്രതീക്ഷിക്കാതെ ഏതു ദുരന്തമുഖത്തും ഓടിയെത്താൻ മനസ്സുള്ളവരുടെ ജനകീയ സേനയാണിത്. കേരള ഫയർഫോഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള പരിശീലനവും ഇവർ നേടിയിട്ടുണ്ട്. ക്യാമറാമാൻ അഖിൽ ഷായ്ക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.